നമസ്കാരം, സുനിത കുക്കോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല സൂപ്പർ ടേസ്റ്റിലൊരു വാളമീൻ കറിയായിട്ടാണ് കേട്ടോ. അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള വാളമീനായിരുന്നു കിട്ടിയിട്ടുള്ളത്. എപ്പോഴും അങ്ങനെ നല്ലത് കിട്ടുന്ന പതിവില്ല. ഇത് കുറച്ച് വലുതായിരുന്നു, നല്ല ഫ്രഷ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് നല്ല അടിപൊളിയായിട്ട് തന്നെ ഒന്ന് കറി വയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കിയാലോ. ഒട്ടും സമയം കളയേണ്ട, വീഡിയോയിലേക്ക് പോകാം. അപ്പം അതിനായിട്ട് അടുപ്പിലാണ് ചെയ്യുന്നത്. ഒരു ചട്ടി വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു, കുറച്ച് കടുക് ചേർത്തു, ഒരു 2 നുള്ള് ഉലുവ കൂടി ചേർത്ത് കൊടുത്തു, വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുത്തു. ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇത് ഞാൻ കുറച്ച് ഇങ്ങോട്ടൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അത് നമുക്ക് ലാസ്റ്റ് കടുക് വറുത്തതിൻ്റെ മുകളിൽ ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഒരിക്കൽ കൂടി ഇനി കടുക് വറക്കണ്ടല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. എന്നിട്ട് നമ്മൾ അരച്ച് വെച്ച അരപ്പ്, തേങ്ങ കുറച്ച് കൂടുതൽ അരയ്ക്കും, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇത്രയും കൂടെയാണ് കേട്ടോ അരച്ചത്. വാളമീൻ ഞാൻ തേങ്ങ കുറച്ച് കൂടുതലാണ് ചേർക്കുന്നത്, അരയ്ക്കുന്നത്. അങ്ങനെ ആ അരപ്പങ്ങ് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്തു. പിന്നെ ഒരു 1/4 ടീസ്പൂണിൻ്റെ താഴെയുണ്ട് ഉലുവാപ്പൊടി ചേർത്ത് കൊടുത്തു. ഉലുവ നമ്മൾ നേരത്തെ കുറച്ച് ചേർത്തിട്ടുണ്ടല്ലോ. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാണ്. ഇനി നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് അതുകൂടെ ഒഴിച്ചു കൊടുത്തു. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് എന്നിട്ട് ഒന്നുകൂടി നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തു. ഇനി പാത്രം ഒന്ന് അടച്ചു വെച്ചു, അരപ്പൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ അത് നമ്മുടെ അരപ്പോട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ക്ലീൻ ചെയ്ത് വെച്ച വാളമീനാണ് ചേർത്ത് കൊടുക്കുക. ഇതാ കണ്ടോ, വലിയ മീനായിരുന്നു കേട്ടോ കിട്ടിയത്, നല്ല ഫ്രഷ് ആയിരുന്നു. വാളയ്ക്ക് ഇത്ര നല്ല ഫ്രഷ് ആയിട്ടുള്ളത് കിട്ടുന്നത് വളരെ ചുരുക്കമാണ് കേട്ടോ. അപ്പം നമുക്ക് ഇത് അതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് കറിവേപ്പിലോട് ഇട്ട് കൊടുക്കാം. ചട്ടി ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുത്തിട്ട് പാത്രം നമുക്ക് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് ഇരിക്കട്ടെ. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ പുളി ചേർക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ പുളി അങ്ങ് ചേർത്ത് കൊടുത്തു കേട്ടോ. പാത്രമൊക്കെ അടച്ചു വെച്ചെങ്കിൽ തിരിഞ്ഞപ്പോഴത്തേക്കാണ് പുളി ചേർക്കാതെ ഇപ്പുറത്ത് പുളി വെള്ളത്തിലിട്ട് വെച്ചിരുന്ന് കണ്ടത് കേട്ടോ. അപ്പോൾ അതേ ഒരു 5 മിനിറ്റ് വെച്ചിട്ട് തുറന്ന് ഉപ്പും പുളിയൊക്കെ നോക്കി. അപ്പോൾ ഒരല്പം ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, അതങ്ങ് ചേർത്ത് കൊടുത്തു. ഒന്നുകൂടെ ചുറ്റിച്ചു കൊടുത്തു. കുറച്ച് കറിവേപ്പിലോട്ട് ഇട്ട് കൊടുത്തു. ഒന്നങ്ങ് അടച്ചു വെച്ചു. അപ്പം നമ്മുടെ മീൻകറി ഇവിടെ റെഡിയായി. താങ്ക് യു.